പ്രാർത്ഥനയോടെ
നൽകിയിരിക്കാം. ഇപ്പോൾ 45-ാമത്തെ സംഗീതദിനം വായിക്കുന്നതാണ്. അതിനായി പ്രിയ അനുപാസ്റ്റർ ക്ഷണിക്കുന്നു. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. തുടർന്ന് 2 കർത്താവിൻ്റെ ദാസന്മാർ ഇപ്പോൾ പ്രാർത്ഥിക്കും. മുന്നമേ പാസ്റ്റർ പ്രിൻസ് കുഞ്ഞുകുട്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം പാസ്റ്റർ സെബാസ്റ്റ്യൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. 2 കർത്താവിൻ്റെ ദാസന്മാരെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പോലെ തന്നെ ശുശ്രൂഷ രീതിയിൽ ദൈവദാസന്മാർ പ്രത്യാശ ശുശ്രൂഷ ആശീർവദിക്കുവാനായി കടന്നുകൊണ്ടിരിക്കുന്ന ദൈവാസനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി അവരോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ വലത്ത് ഭാഗത്ത് നിന്നോട് ചേർന്ന് നിൽക്കുന്ന ആശിത എന്ന ഈ യുവതിയെ നിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും അവളെ മാത്രം സ്നേഹിച്ച് ചേർന്ന് നിന്ന് ഊറ്റിപ്പുലർത്തി ഒരു ഉത്തമ ഭർത്താവിന്റെ സകല കടപ്പാടുകളും നിർവഹിച്ചു കൊള്ളാമെന്ന് തീരുമാനമെടുക്കുന്നു. ആശയോട് ഞാൻ ചോദിക്കുന്നു, എന്നോട് ചേർന്ന് നിൽക്കുന്ന സോബിൻ എന്ന ഈ യുവാവിനെ എന്റെ ഭർത്താവായി സ്വീകരിക്കാൻ എനിക്ക് സമ്മതമാണ്. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും സോബിനോട് മാത്രം ചേർന്നിരുന്ന് ഒരു ഉത്തമ ഭാര്യയുടെ കടപ്പാടുകൾ നിർവഹിച്ചു കൊള്ളാമെന്ന് തീരുമാനമെടുക്കുന്നു. ഇരുവരുടെ തീരുമാനം ഇവിടെ പരസ്യമായി പ്രഖ്യാപിച്ചതുകൊണ്ട് സദസ്സ് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഇവരെ കാര്യങ്ങളിൽ ചേർന്ന് പിടിപ്പിച്ച് ഉഭയസമ്മതത്തിലൂടെ ശുശ്രൂഷ നടത്തുകയും ചെയ്യും. ഒരു ഗാനം ആരംഭിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ തീരുമാനമാണ് നിങ്ങൾ ഇരുവരും ഇപ്പോൾ എടുക്കുവാൻ പോകുന്നത്. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് സർവേശ്വരനായ ദൈവത്തോട് നിങ്ങൾ വെക്കുന്ന ഉടമ്പടിയിന്മേൽ നിലനിൽക്കേണ്ടതിനും ജീവിതത്തിലുടനീളം ദൈവത്തിന്റെ കരുണയും കൃപയും നിങ്ങളുടെ മേൽ ദൈവം അയക്കുന്നതിനുമായി പ്രാർത്ഥിക്കണമേ. ഇവരിരുവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ ദൈവസഭയും ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും ഉയർച്ചയ്ക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും അവരോട് ചേർന്ന് പ്രാർത്ഥിക്കണം. Thank you, Jesus. 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 Thank you. ഏദൻ പൂങ്കാവനത്തിൽ
ഇറങ്ങി വന്ന ഏതൻ ഭൂഗാപനത്തിൽ ഇറങ്ങി വന്ന ആദം ഹവ്വ ദമ്പതിമാരെ യോജിപ്പിച്ച യഹോവയായ ദൈവത്താൽ ഈ പ്രിയപ്പെട്ടവർ യോജിപ്പിക്കപ്പെടുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ തിരുസാന്നിധ്യത്തിനായി നമ്മയോട് അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. മനുഷ്യൻ ഏകനായിക്ക് നന്നല്ല എന്ന് കണ്ട് അവനെ തക്ക തുണ ഉണ്ടാക്കി കൊടുത്തതുപോലെ പ്രിയ സോബിനെ തക്ക തുണയായി ആശ്രയ കഥ ഒരുക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവരുടെ കുടുംബ ജീവിതത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങയുടെ മേൽ ചൊരിയുമാറാകണമേ. അങ്ങയുടെ ആത്മാവിന്റെ സാന്നിധ്യത്താൽ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിനാൽ ഇവർ യോജിപ്പിക്കപ്പെടുമാറാകട്ടെ. ഏക മനസ്സുള്ളവരായി, ഏക ഹൃദയമുള്ളവരായി ഒരുമിച്ച് മരണം വരെ വിശ്വസ്തയോടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് ചൊരിയുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കൊരു ആരാധന ഗീതം കൈകൊണ്ട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സോബിനാകുന്ന ഞാൻ അശതിയാകുന്ന നിന്നെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിൽ വരുന്ന ഏത് സാഹചര്യത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നത് വരെ നിന്നെ സ്നേഹിച്ച് പറ്റിച്ചേർന്ന് പോറ്റി പുലർത്തി ബഹുമാനിച്ച് ഒരു ഉത്തമ ഭർത്താവിൻ്റെ സകല കടപ്പാടുകളും നിന്നോട് നിവർത്തിച്ചുകൊള്ളാമെന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യുന്നു. ഇത് പാലിപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകുമാറാകട്ടെ. സോബിന്റെ മൊത്തത്തിൽ പറയണം. ആശ്വതിയാകുന്ന ഞാൻ സോബിനാകുന്ന അങ്ങേക്ക് ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം എന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊടുക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും നന്മയിലും തിന്മയിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നത് വരെ അങ്ങയെ അനുസരിച്ച് കീഴ്പ്പെട്ട് ബഹുമാനിച്ച് ഒരു ഭാര്യയുടെ സകല കടപ്പാടുകളും നിർവഹിച്ചു കൊള്ളാമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അങ്ങയോട് ഉടമ്പടി ചെയ്യുന്നു. ഇത് പാലിപ്പാൻ കർത്താവ് എനിക്ക് കൃപ നൽകുമാറാകട്ടെ.
ആമേൻ. അങ്ങയുടെ തികഞ്ഞ സാന്നിധ്യത്തിൽ ഈ കുഞ്ഞുങ്ങളെ യോജിപ്പിച്ചതോർത്ത് നമ്മയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടെ, സത്യസന്ധതയോടെ, മാതൃകയോടെ ഒരു ഉത്തമ കുടുംബം നയിപ്പാൻ തലമുറകളോടുകൂടെ, സമ്പത്തോടുകൂടെ, ഐശ്വര്യത്തോടുകൂടെ, അനുഗ്രഹത്തോടുകൂടെ മുന്നേറുവാൻ കർത്താവ് ഇവർക്ക് കൃപ നൽകണമേ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളുടെ കരുണ തോന്നുമാറാകട്ടെ. യഹോവ തിരുമുഖം ഉയർത്തി നിങ്ങളോട് കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 2 മുതൽ 4 വാക്യങ്ങളിൽ ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസൻ കൊണ്ട് വായിക്കുന്നതായി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏതു കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത് ഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകിയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറയും. യേശു കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യമാണത്, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണ്. കർത്താവിന്റെ മറുപടി, ദൈവമാണ് ഇവരെ യോജിപ്പിച്ചത്, മനുഷ്യരല്ല. ഞങ്ങളുടെ ബലഹീനമായ കരങ്ങൾ കൊണ്ട് ഞങ്ങൾ പറഞ്ഞു കൊടുത്ത ഉടമ്പടി വാചകങ്ങൾ കൊണ്ടാണ് ഒരു യോജിക്കപ്പെട്ടത് എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇവരെ യോജിപ്പിച്ചത് ത്രിയേക ദൈവമാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ഞാൻ ഈ വാക്യം ആവർത്തിക്കുമ്പോൾ സദസ് ആമേൻ പറയേണ്ടതാകുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ആമേൻ. നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരവും നാം വിശ്വസിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിന് മേൽ പ്രിയ സോബിനും ആയിഷതയും ഇന്ന് ദൈവസഭയുടെ നടുവിൽ വെച്ച് ക്രിസ്തുയേശുവിനെയും പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെ സാക്ഷിയാക്കി ഉടമ്പടി വാചകം ചൊല്ലിക്കൊണ്ട് ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്ന കാര്യം ഞാനിവിടെ പ്രസിദ്ധം ചെയ്തുകൊള്ളുന്നു. കരങ്ങളടി ചെയ്യുന്ന കുടുംബം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനത്ത് പോകാം. ബാക്കിയുള്ള ശുശ്രൂഷകൾക്ക് ദൈവദാസൻ നൽകുന്നത്. ഇപ്പോൾ 128-ാം സങ്കീർത്തനം നമുക്ക് വായിക്കാം. അതിനായി രാജകുമാർ ശേഷൻ 128-ാം സങ്കീർത്തനോട് വായിക്കുന്നു. തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിന് കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. അവർ നമ്മളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെളിപ്പാക്കി വിശദീകരിക്കേണ്ടതിന് കരാർ ചുരുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് രഹസ്യോടെ നിലനിർത്തേണ്ടതിനും ബന്ധനങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ ഭർത്താക്കന്മാർ
വന്ന് തൻ്റെ മഹത്വമുള്ള മണിമകുടമായ സൃഷ്ടിയെ ഒരുമിച്ചാക്കി തീർത്ത സർവശക്തനായ മഹാകാരുണ്യവാനായ കർത്താവ് ഉഭയസമയം ചൊല്ലി ഇന്ന് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച ഈ മക്കളെ ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആകാശത്തിലെ വിശിഷ്ട മഞ്ഞുകൊണ്ടും ഭൂമിയിലെ സകല സൽഫലങ്ങൾ കൊണ്ടും സമുദ്രത്തിലെ ആഴത്തിലെ അനുഗ്രഹങ്ങൾ കൊണ്ടും സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്താൽ ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അബ്രഹാമിനോടുകൂടെ സാറയെയും ഇസഹാക്കിനോടുകൂടെ റിബേക്കയെയും യാക്കോബിനോടുകൂടെ റാഹേലിനെയും അനുഗ്രഹിച്ചവനായ വലിയവനായ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സഭയായ അഭിഷക്തന്മാർ ചേർന്ന് ഈ കുടുംബത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരനേകായിരങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം. മഹത്വം അങ്ങ് എടുത്തതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് വിവാഹ രജിസ്റ്ററിൽ വധുവരന്മാർ ഒപ്പുവെക്കുന്നതാണ്. അതിനായി ഇരു സഭയിൽ നിന്നും ഓരോ സാക്ഷികൾ ഈ സ്റ്റേജിലേക്ക് കയറി വരണം. ഈ സമയം ഒരു ഗാനം ആലപിക്കുന്നു. ഈ ഓഡിറ്റോറിയത്തിൽ ഇത്രത്തോളം അനുഗ്രഹമായി നടത്തുവാൻ സ്വർഗത്തിൽ ദൈവമേ അവിടുന്ന് സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ചില നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇത്രത്തോളം കർത്താവെ ഈ ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. തുടർന്ന് ജനത്തെ അവിടുന്ന് കൂട്ടിവരുത്തിയല്ലോ. അഭിഷിക്തന്മാരെ എല്ലാം കർത്താവെ സാന്നിധ്യത്തിൽ നിന്ന് ചെയ്യുവാൻ കർത്താവ് കൃപ നൽകിയതിനായി സ്തോത്രം. ദൈവമേ, ശുശ്രൂഷ ആശീർവദിപ്പാൻ തക്കവണ്ണം കർത്താവെ പ്രിയ അവിടുന്ന് ബലപ്പെടുത്തിയ ആ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുവാൻ കർത്താവ് ജെയിംസൺ പാസ്റ്ററേയും അവിടുന്ന് സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അത് ഏറ്റെടുത്ത് കർത്താവെ അനുഗ്രഹമായി തീരുവാൻ ഹാലിയിലെ ജനമാനസാന്തരമുള്ളവരായി തീരുവാൻ ഇടയാകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ സ്വർഗത്തിലെ ഹാലിയിൽ ഒരു വിവാഹമുണ്ട് എന്നും ദൈവത്തിലേക്ക് നാം ഓരോരുത്തരും നിശ്ചയിക്കപ്പെടേണ്ടതാണെന്നും ആ മധ്യാകാശത്ത് കർത്താവുമായിട്ടുള്ള വിവാഹത്തിൽ ഹാലിയ സ്തോത്രം സകലരും അത് ഒരുങ്ങി കടന്നു ചെല്ലേണ്ടതാണെന്നും അതിനെല്ലാം മനുഷ്യമക്കളെയും ഹാലിയ ഒരുക്കണമെന്നെല്ലാം ദൈവമേ ഹാലിയയോടെ കേൾപ്പിച്ചതിനായി സ്തോത്രം.
ഇനിമാരെങ്കിലും കർത്താവിനെ സ്വീകരിപ്പാൻ കഴിയാതെ ഹാലേലിയ സ്തോത്രം ഉണ്ടെങ്കിൽ ഒരു മാനസാന്തരത്തിന്റെ ദിനമായി കർത്താവെ ഇതിനെ അവിടുന്ന് തീർക്കുന്നതിനായി സ്തോത്രം. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗമേറെ സന്തോഷിക്കുന്നു എന്ന് കർത്താവ് വിവാഹത്തിന്റെ സന്തോഷം പോലെ തന്നെ ഒരു സ്വർഗീയ സന്തോഷം ആ മേഖലകളിൽ ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം കടന്നു വന്ന അഭിഷിക്തന്മാരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവ ശുശ്രൂഷയിൽ അവരേൽപ്പിച്ചതെല്ലാം ബലത്തോട് ചെയ്യുവാൻ കർത്താവ് കൃപ നൽകിയതിനായി സ്തോത്രം. ഗാന ശുശ്രൂഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമായ ഗാനങ്ങൾ പാടുവാനെല്ലാം കർത്താവെ അവിടുന്ന് സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ശോഭനായി രക്ഷിതയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് മുതൽ ദൈവം അനുഗ്രഹമായിരിക്കുന്ന ഒരു കുടുംബ ജീവിതം കർത്താവെ ആലയിൽ നയിക്കുവാൻ പ്രിയ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തി ഒരുക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ തുടക്കം മുതൽ ഇത്രത്തോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ സകലവും നിയന്ത്രിച്ചതിനായി സ്തോത്രം. സകല മഹത്വവും കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണം പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏജാതനായ പുത്രന്റെ കൃപയും ആശ്വസിച്ച വഴിയുടെ പരിശുദ്ധാത്മാവിന്റെ കാവലും കന്തലും കോട്ടയും കടന്നു വന്ന നാം ഓരോരുത്തരുടെയും വിശേഷാൽ നിന്ന് വിവാഹിതരായ സോബിനോടും അക്ഷതയോടുകൂടിയും വിവാഹ ശുശ്രൂഷ ആശീർവദിച്ച അഭിഷിക്തരോടുകൂടിയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഘോഷിച്ച പ്രധാനദാസനോടുകൂടിയും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും പാടിയും പ്രാർത്ഥിച്ച് സഹായിച്ച എല്ലാവരോടുകൂടിയും കർത്താവിന്റെ വരവരെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവേശു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് നമുക്ക് കരങ്ങൾ ഉയർത്തി മൗത്തം കരയേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ചിപ്പോൾ പ്രിയ ദമ്പതികൾക്കായി അവരുടെ കുടുംബങ്ങൾക്കായി മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആശീർവദിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷയ്ക്ക് ശേഷമായി കർത്താവെ അവരുടെ സന്തോഷം കർത്താവെ കേക്ക് മുറിച്ച് പരസ്പരം മധുരം പങ്കുവെച്ച് കർത്താവെ പരസ്യമായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഈ സമയം നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന സമയമാണ്. ഫുഡ് സപ്ലൈ ചെയ്യാം. ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പോയി ഓരോരുത്തരും ഭക്ഷണം കഴിക്കുവാനായിട്ട് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ബൊഫേ സിസ്റ്റമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് ഇരിക്കുന്നത്. നിങ്ങളത് വാങ്ങി ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് ഭക്ഷിക്കുവാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു.
വെക്കണ അടുത്തത് നീ. അടുത്തത് നീ.